ബാംഗ്ലൂരിലേക്കൊരു ബൈക്ക് റൈഡ് അങ്ങനെ വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എപ്പോഴും കാര്യങ്ങൾ നടക്കണം എന്നില്ലല്ലോ. എന്താ സംഭവിച്ചതെന്നറിയോ? നല്ല മഴ. മക്കളെ കാറിലിട്ടിട്ട് ഞാനും ഹസ്ബൻഡും കൂടി റൊമാൻറ്റിക്കായിട്ട് ബാംഗ്ലൂർ വരെ പോവാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. രാത്രി നല്ല മഴ പെയ്തോടുകൂടി പിന്നെ എനിക്കും ഈ കുട്ടികളെ കൂട്ടത്തിൽ കാറിൽ തന്നെ ഇരിക്കേണ്ടി വന്നു കേട്ടോ. പക്ഷേ രാവിലെ ആയപ്പോൾ പടച്ചോൻ എൻ്റെ കൂടെ നിന്നു. മഴയൊക്കെ നിന്നപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ ഒരു അടിപൊളി ഒരു ബൈക്ക് റൈഡ്. അപ്പോൾ ഇതാ മക്കളോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് നല്ല ആനയും പുലിയും കടുവൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടുള്ള പോക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ വിചാരിച്ചിറങ്ങിയ പോലെ തന്നെ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ എത്തിയപ്പോൾ തന്നെ ഒരു ആനനെ കണ്ടു കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ദൂരെ ഒരു കറുപ്പ് കളറിലില്ലേ, അതൊരു ആനയാണ് കേട്ടോ, ഒരൊറ്റയാൻ. കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ മൂപ്പർക്ക് മുന്നിലേക്ക് വരാൻ ഒരു താല്പര്യമില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ മുന്നിലേക്ക് പോയി. അപ്പോൾ അതാ പോയി വരുമ്പോൾ നല്ലൊരു മയിൽ. ഇവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടോ, മയിലെങ്ങാനോ പീലി വിടർത്തിയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മൂപ്പത്തിയർക്ക് അതിനൊന്നുള്ള താല്പര്യമില്ല. പിന്നെ നമ്മൾ കണ്ടത് ഒരു കുരങ്ങൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ഒസിലിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാണേണ്ടിയിരുന്നത്. ഒരു 5 മിനിറ്റിൽ കൂടുതൽ വാപ്പനെയും ഉമ്മനെയും ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ ഏതെങ്കിലും മക്കൾ സമ്മതിക്കലുണ്ടോ? അത് തന്നെയാണ് ഇവിടെ നടന്നത്. ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും കാറിലെ AC വേണ്ട, പുറത്തത്തെ ഫ്രഷ് എയർ മതി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയും ഹസ്ബൻഡിൻ്റെ ഇടയിൽ കയറിയിരിക്കാനായിട്ട് ഓസിൽ ഇറങ്ങി വന്നതിന് കേട്ടോ. അപ്പോൾ ഓനും കൂടെ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലെ യാത്രേൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.